റബീഹ് മോന്റെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടാണ് സാബിറ ചാടി എണീറ്റത്. വിറയാർന്ന ശരീരവുമായി നിൽക്കുന്ന കൺമണിയുടെ ദേഹത്ത് കൈവച്ച് നോക്കിയപ്പോൾ ചുട്ടുപൊള്ളുന്ന പനി. മോനെയും കയ്യിലെടുത്ത് വീടിന് വെളിയിലിറങ്ങി. ഒരു ഓട്ടോറിക്ഷ പോലും ഇന്ന് ഈ വഴിയിൽ കാണുന്നില്ലല്ലോ റബ്ബേ. അല്ലെങ്കിൽ എത്ര എണ്ണ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാ. ആ മാതൃഹൃദയം ഒന്ന് തേങ്ങി. കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ഓട്ടോ മുന്നിൽ വന്നു. കൈ കാണിച്ച് നിർത്തി ഡ്രൈവറോട് പോകാനുള്ള സ്ഥലം പറഞ്ഞു. ക്ലിനിക്കിലെത്തി ഇറങ്ങും നേരത്ത് ഡോക്ടറെ കാണുന്നത് വരെ കാത്തിരിക്കാൻ പറഞ്ഞു. അയാള് സമ്മതിച്ചു. ക്ഷമയോടെ കാത്തിരുന്ന ഡ്രൈവർ റഷീദിന്റെ അരികിലേക്ക് ഡോക്ടർ നൽകിയ കുറിപ്പ് കാണിച്ചുകൊണ്ട് സാബിറ പറഞ്ഞു, ഞാന് ഈ മരുന്ന് വാങ്ങി പെട്ടെന്ന് വരാട്ടോ. മോനെ നിങ്ങളെ കൂടെ നിർത്തൂ കുറച്ചു നേരം. ആ സമയം അവളുടെ കയ്യിൽ നിന്നും ആ കുറിപ്പ് വാങ്ങി റഷീദ് പറഞ്ഞു, നിങ്ങള് ഇവിടെ ഇരിക്കൂ, ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. അയാളുടെ കയ്യിൽ ഏൽപ്പിച്ച മോനെ എടുത്ത് വണ്ടിയിലിരുന്ന് സാബിറ മോനെ നോക്കി പറഞ്ഞു. ഒരു നിമിഷം പോലും കാത്തിരിക്കാൻ മടി കാണിക്കുന്ന ഓട്ടോ ഡ്രൈവർമാർക്കിടയിലെ വേറിട്ട മുഖമാണ് ഇയാള്. അവനോട് പ്രത്യേകം ഇഷ്ടം തോന്നി ആ നിമിഷം. തിരിച്ച് വീട്ടിലെത്തി കാശ് നൽകി ബാക്കി തിരിച്ചു നൽകുന്ന സമയത്ത് തന്റെ കാർഡ് നൽകിക്കൊണ്ട് റഷീദ് പറഞ്ഞു, ഇതാണ് എന്റെ നമ്പർ, എപ്പോഴും എങ്ങോട്ട് പോകാനും വിളിക്കാം എന്ന് മൂളി കാറ്റ് കയ്യിൽ വാങ്ങിച്ചു. പിന്നീട് തന്റെ യാത്രകളെല്ലാം ആ ഓട്ടോയിലായി. എന്നാല് സാബിറ എന്ന സുന്ദരിയായ പ്രവാസിയുടെ ഭാര്യയുടെ മേലിൽ കാമം നിറഞ്ഞ കണ്ണുകളിൽ നോക്കിക്കണ്ട പ്രദേശവാസികള് ചിലര് ഇല്ലാ കഥകൾ പറഞ്ഞു തുടങ്ങി. തന്റെ സഹധർമ്മിണിയെക്കുറിച്ച് നാട്ടിലെ ചിലർ പറഞ്ഞു പരത്തിയ വാർത്തകൾ കേട്ട മൻസൂർ തെല്ല് വിഷമത്തിലായെങ്കിലും അവളോട് പൂർണ്ണ വിശ്വാസം അറിഞ്ഞ ഭാവം നടിക്കാതെ മനസ്സിൽ നിന്നും മായ്ച്ചു കളഞ്ഞു. ഒരു ദിവസം 12 മണിക്ക് ഫോൺ ശബ്ദം കേട്ടുണർന്ന് എടുത്തു നോക്കിയപ്പോൾ മറുതലയ്ക്ക് വീട്ടിൽ നിന്നും ആങ്ങള മുനീറായിരുന്നു. ഡി, നമ്മുടെ ഉമ്മാമ്മ മരണപ്പെട്ടു, ഞാൻ അങ്ങോട്ട് വരാം, എങ്ങനെയെങ്കിലും നിന്നെ കൂട്ടിക്കൊണ്ടുവരാന്. ഫോൺ കട്ട് ചെയ്ത് ഉടനെ ഡ്രൈവർ റഷീദിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. പോരുന്ന വഴി ഇക്കാനെ കൂട്ടാനും പറഞ്ഞു. ഞാൻ ഇപ്പോൾ എത്താം. വീടിന് മുന്നിൽ അസമയത്ത് ഓട്ടോറിക്ഷ വന്നു നിൽക്കുന്നത് കാണുകയും കുറച്ചു കഴിഞ്ഞ് ബാഗും തൂക്കി അതിൽ കയറി പോകുന്നത് കണ്ട അടുത്ത വീട്ടിലുള്ള ഒരാള് തന്റെ കൂട്ടുകാരിൽ ചിലരെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ മൻസൂറിന്റെ ഭാര്യ ഒരു ഓട്ടോക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ട്, രണ്ടിനെയും കയ്യിൽ കിട്ടിയാലേ ഒന്ന് കൈകാര്യം ചെയ്ത് വിട്ടേക്ക്. വണ്ടി നമ്പറും അവർ പോയ പോക്കറ്റ് റോഡും അവർക്ക് പറഞ്ഞു കൊടുത്തു. അയാള് ഫോൺ കട്ട് ചെയ്തു. വഴിയരികിൽ അവര് ഓട്ടോയും കാത്തിരുന്നു. അല്പസമയത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ച് അവർക്ക് മുന്നിൽ എത്തിയ ഓട്ടോ സംഘത്തിലെ 2 പേരെ കൈ കാണിച്ചു നിർത്തി. ഡാ, എങ്ങോട്ടാണടാ നായേ ഈ സ്ത്രീയെയും കൂട്ടി നീ ഒളിച്ചോടുന്നത്? ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് കരുതിയോ നീ? എന്ന് ആക്രോശിച്ച് അവന് മുന്നിൽ ചാടി വീണ അവർക്ക് മുന്നിൽ, ഹേയ്, എന്ത് തെമ്മാടിത്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? ഇയാൾ എന്ത് തെറ്റ് ചെയ്തെന്നാ ചോദിച്ച് സാബിറയുടെ ആങ്ങളെയും നാട്ടിലെ അറിയപ്പെടുന്ന യുവരാഷ്ട്രീയ നേതാവും കൂടിയായ മുനീർ അവർക്ക് മുന്നിൽ ചാടി വീണു. മുനീറിനെ കണ്ട അവർ പകച്ചു നിന്നു പോയി. കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റുള്ളവര് ആ നിമിഷം അവിടെ നിന്നും രക്ഷപ്പെട്ടു. അവര് മുനീറിനോടുണ്ടായ കാര്യങ്ങൾ പറഞ്ഞു തീർന്നു കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്ന സാബിറ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവിടെ ചിലര് ഗൾഫുകാരന്റെ ഭാര്യയെ കാണുന്നത് ഭർത്താവ് നാട്ടിലില്ലാത്ത സമയം തന്റെ കിടപ്പറയിലേക്ക് മറ്റുള്ളവരെ വിളിച്ചു കയറ്റുന്നവളും അല്പസമയത്തെ ലൈംഗിക സുഖത്തിനു വേണ്ടി ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇന്നലെ കണ്ടുമുട്ടിയവന്റെ കൂടെ ചാടിപ്പോകുന്നവൾ എന്ന രീതിയിലുമാണ്. ആ ചിന്താഗതി മാറ്റാത്ത കാലത്തോളം നമ്മുടെ നാട് നന്നാവൂല. കൂടെ കിടക്കുന്ന തന്റെ ഭാര്യയെ പോലും സംശയത്തിന്റെ നില കാണുന്ന ചിലര്, അങ്ങനെയുള്ള ഒരു ചെറു ന്യൂനപക്ഷം ഈ സമൂഹത്തിൽ ഉണ്ടാകാം. എന്നാൽ എല്ലാവരെയും ഒരേ കണ്ണിൽ കാണരുത്. സാബിറയുടെ വാക്കുകൾ കേട്ടപ്പോൾ കുറ്റബോധത്തിൽ അവർ തലകുനിച്ചു. കാൽക്കീഴിൽ വീണ് മാപ്പ് പറയാനായി നീങ്ങിയ അവരെ സാബിറ തട്ടിമാറ്റി. പ്രവാസിയുടെ ഭാര്യയെ തന്റെ കാമം നിറഞ്ഞ കണ്ണുകളിൽ കൂടി കാണുകയും തങ്ങൾക്ക് മുന്നിൽ അവർ കീഴടങ്ങാതെ വരുമ്പോൾ അപവാദ പ്രചരണം നടത്തി മഹത്തായ ദാമ്പത്യ ബന്ധങ്ങളെ ശീതീലമാക്കുന്ന ഒരു കൂട്ടം ആഭാസന്മാർക്ക് മുന്നിൽ തോറ്റുകൊടുക്കാത്ത 1000 സാബിറമാർ പിറവിയെടുക്കട്ടെ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം അസ്ലം ചട്ടച്ചാൽ. മുസമ്മിൽ മുഹമ്മദ് കണ്ണൂർ എഴുതിയ പ്രവാസിയുടെ ഭാര്യ എന്ന കഥയുടെ
ശബ്ദ ആവിഷ്കരണമാണ് നിങ്ങൾ കേട്ടത്. അവതരണം അസ്ലം ചട്ടഞ്ചാൽ. സമർപ്പണം ഇഷൽ ഫേസ്ബുക്ക്.